യുഗാന്തരങ്ങളിലൂടെ എന്ന ചെറുകഥയ്ക്ക് ശേഷം കെ ബി ശ്രീദേവി കഥകളുടെ പിന്നാലെ സഞ്ചാരം തുടങ്ങി. താൻ കഥകൾ എഴുതുന്നത് ഇല്ലത്തറിഞ്ഞാൽ വലിയ കോലാഹലങ്ങളുണ്ടാകുമെന്ന് ഭയന്ന ശ്രീദേവി ഒടുവിൽ ഒരു തൂലികാനാമത്തിന് പിന്നിൽ ഒളിച്ചു. ജയകേരളം എന്ന് പറഞ്ഞിട്ട് മദ്രാസ് എന്ന് പറഞ്ഞ ഒരു മാസിക ഉണ്ടായിരുന്നു. അപ്പോൾ ശാന്ത പറഞ്ഞു, ജയകേരളത്തിലേക്ക് കൊടുക്കാം, മോമനെ എഴുതിക്കോളൂ, വിശ്വേട്ടൻ്റെ കൊടുക്കാം, വിശ്വനാഥൻ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ അടുത്ത് വിശ്വേട്ടൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ജയകേരളത്തിലേക്കാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എനിക്ക് പേടിയാണ്, അതിലെഴുതിയ എല്ലാവരും എൻ്റെ പേരറിയില്ലേ, അപ്പോൾ ഇനി എന്താ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇല്ലത്തൊക്കെ അറിഞ്ഞാൽ അത് വിഷമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സിസ് എന്ന് എഴുതിയിട്ടാണ് എഴുതുക. പേര് സിസ് എന്നായിട്ട് വെച്ചിട്ട് എഴുതും. അങ്ങനെ കുറേ കഥകളൊക്കെ അങ്ങനെ സിസ് എന്നുള്ളതിന് വന്നു. ഒടുക്കം ഒരു പത്രാധിപരുടെ ഒരു കത്ത് വന്നു, അതെ ഇനി മറയൊന്ന് മാറ്റി വയ്ക്കാം, ഇനി മറ വേണ്ട, സ്വന്തം പേരിൽ തന്നെ എഴുതാം, ശരിക്കുള്ള പേര് എഴുതൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ശ്രീദേവി ആയി. 16ാമത്തെ വയസ്സിൽ കൂടല്ലൂർ നമ്പൂതിരിപ്പാടുമായി കെ ബി ശ്രീദേവിയുടെ വേളി കഴിഞ്ഞു. കുടുംബസ്ഥയായെങ്കിലും ശ്രീദേവി എഴുത്തുപേക്ഷിച്ചില്ല. ഒപ്പം കൂടല്ലൂർ മഹിളാ സമാജത്തിന്റെ അമരക്കാരിയായി താഴേക്കിടയിലുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ കുറേ ആൾക്കാർ, ഈ സാധുക്കളൊക്കെ ഇങ്ങനെ വരും, അവരിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കും. അവരുടെ ഈ അനാഥത്വം, അവരുടെ ഒരു എന്താ പറയുക ഒരു വിഷമം കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദുഃഖമായി. എന്നിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദേവയാനി, അച്ചത്ത് ദേവയാനിയും കൂടിയിട്ട് തീർച്ചയായും നമുക്ക് ഇത് പറ്റില്ല, നമുക്ക് ഇവരെ ഒന്ന് ഉദ്ധരിക്കണം എന്ന് പറഞ്ഞു. അത് നല്ല കാര്യമായിരുന്നു കേട്ടോ. 7 കൊല്ലം ഞങ്ങൾ അവിടെ പണിയെടുത്തു. ഓരോ വീട്ടിലും പോയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ തമ്പുരാട്ടി ഇങ്ങനെ വീട്ടിലേക്കൊക്കെ പോവുകയാണെന്നൊക്കെ കുറേ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഞാനതൊന്നും കൂട്ടാക്കിയില്ല. ഞാൻ എന്നിട്ട് ഓരോ വീട്ടിലും ഞങ്ങൾ ഇറങ്ങിപ്പോയി അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങളവിടെ മഹിളാ സമാജം സ്ഥാപിച്ചു, ഒരു പെരയൊക്കെ ഉണ്ടാക്കി. ഓരോ ദിവസവും ഓരോരുത്തർ വലിയ ഇപ്പോൾ വീട്ടിൽ വരും, ചിലപ്പോൾ MRB ഒന്നുണ്ട്. അങ്ങനെ വളരെ പണ്ഡിതന്മാരും വിദ്വാൻമാരുമായിട്ടുള്ള ആൾക്കാരെയൊക്കെ വന്ന് ഒരു ബോധോദയം ഒക്കെ നടത്തി. അങ്ങനെ ഒരു 7 കൊല്ലം അവിടെ ഉണ്ടായി. അറിവിന്റെ കലവറയാണ് കൂടല്ലൂർ മന. അവിടുത്തെ വെളിച്ചമാണ് ഇന്നും തന്നിൽ പ്രകാശിക്കുന്നതെന്ന് പറയുന്നു ഈ എഴുത്തുകാരി. കിഴക്ക് ഭാഗത്ത് മൂക്കോല ഭഗവതിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭഗവതി അവിടെ വന്ന് ഇരിക്കുന്നുണ്ടെന്നാണ്, ഇവിടുന്ന് പോവില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. അത് പലരും പറയാറുണ്ട്, നിങ്ങളെന്ത് ചെയ്താലും ഭഗവതി അവിടുന്ന് പോവില്ല എന്ന് പറയും. അങ്ങനെ ശപഥമുണ്ട്. വലിയ നാലറയാണ്. നാലറത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഭാഗത്ത് ഈ ഭദ്രകാളിയായിട്ടുള്ള അറേ ഭഗവതി ഉണ്ട്. മറ്റേ ഭാഗത്ത് പതഞ്ജലി പ്രതിഷ്ഠയുണ്ട്. പതഞ്ജലി പ്രതിഷ്ഠ കേരളത്തിൽ വേറെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല, അറിയില്ല. ഇവിടുന്ന് വടക്കുന്ന ഇവിടുന്ന് വന്നിട്ട് അവിടെ വന്നിട്ട് പ്രതിഷ്ഠിച്ചതാണെന്ന് അങ്ങനെയും ഒരു ഇതുണ്ട്. പക്ഷേ അവിടെയാണ് ഈ ബുദ്ധിപരമായിട്ടുള്ള എല്ലാതും സമർപ്പിക്കുക. ഞങ്ങൾ ഒരു 500 കൊല്ലത്തെ പഴക്കമുണ്ട് അവിടെ. ഈ ബുദ്ധിജീവികളുടെ ഒരു ഇതായിരുന്നു അവിടെ. എൻ്റെ അച്ഛൻ പറയാറുണ്ട്, അദ്ദേഹം എന്തോ അവിടെ പോയപ്പോൾ 3 ലോറി ഗ്രന്ഥം അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് തിരുവനന്തപുരത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അനവധി പണ്ഡിതന്മാർ, യോഗ വിദ്യകളുള്ളവരുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാർ തന്നെ അനവധി ഭാരതത്തിൽ മിക്ക സ്ഥലങ്ങളിലും പോയിട്ട് അവിടെ പ്രസംഗിക്കുക, അവിടെ ഉത്ബോധനങ്ങൾ നടത്തുക, അങ്ങനെ കുറേ വലിയൊരു പാരമ്പര്യമുള്ള ഇതാണ് ഈ കൂടല്ലൂർ മന. തൃശൂരിൽ താമസമാക്കിയ കാലത്ത് സംസ്കൃത പണ്ഡിതൻ സുബ്ബരാമ പട്ടരുടെ ശിഷ്യാകാനുള്ള ഭാഗ്യം കെ ബി ശ്രീദേവിയെ തേടിയെത്തി. കഥയെഴുത്തിന് സഹായിക്കുന്നവണ്ണം സംസ്കൃത കാവ്യകഥാശേഖരങ്ങൾ സുബ്ബരാമ പട്ടർ ശ്രീദേവിക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ ഒരു ദിവസം ഉണ്ണി പറഞ്ഞു, അമ്മ കുറേശ്ശെ കഥയൊക്കെ എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെയുണ്ടോ, അമ്മ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ കേട്ടിട്ടില്ല, കഥ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മോട് ഇവിടെ വരാൻ പറയൂ, കഥ ശരിയാവണമെങ്കിൽ കുറച്ച് സംസ്കൃതമൊക്കെ പഠിക്കണം, ഞാൻ പഠിപ്പിക്കാം, ഇവിടെ വരാൻ പറയൂ എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ അങ്ങോട്ട് അമൃത് കിട്ടിയ പോലെയായി. അപ്പം ഞാൻ എന്നും പിന്നെ കുട്ടികൾ വന്ന് സ്കൂളിൽ വിട്ട് വന്ന് ഇത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് പോയാൽ ഞാൻ എന്നും അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് ഒരു 3 മണിക്കൂർ അവിടെ ഇരുന്ന് പഠിക്കും. കുട്ടികൾ വരുന്നവരെ അവിടെ ഇരുന്ന് പഠിക്കും. സംസ്കൃത ഭാഷയുടെ പിൻബലത്തോടെ കെ ബി ശ്രീദേവി എഴുത്തിന്റെ മേഖലയിൽ കർമ്മനിരതയായി. ചെറുകഥകൾ വിട്ട് നോവൽ സാഹിത്യത്തിലേക്ക് ആകൃഷ്ടയായി.
ആദ്യ നോവലായ യജ്ഞത്തിന് KB ശ്രീദേവിക്ക് കുങ്കുമം പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ഈ നങ്ങയ്യയുടെ അച്ഛൻ താത്രിക്കുട്ടിയായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അമ്മയ്ക്കാണ് ഭ്രഷ്ട്. അച്ഛൻ പോയി അമ്മയുണ്ട്, കുട്ടിക്ക് അമ്മയെ തൊടാൻ പാടില്ല, കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. അന്ന് ഈ നങ്ങയ്യെ പെറ്റ് ആ കാലത്താണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ കുട്ടിക്കാലത്തൊക്കെ അങ്ങോട്ട് അകത്തേക്കൊന്നും കിടക്കാൻ പാടില്ല, ഈ അമ്മയുടെ മകളാണെങ്കിലും അമ്മയ്ക്ക് മകളെ തൊട്ടാൽ കുളിക്കണം, അങ്ങനെയാണ്. അത്ര ദാരുണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ മെൻസസ്സായപ്പോൾ ഞങ്ങൾക്ക് കുറേ ഭാരമുണ്ട്. അത് കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ ചിലർ വേണം, ശുദ്ധാക്കാൻ കുറേ ഭാരമുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുടെ സഹായം വേണം. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്യില്ല, ഭ്രഷ്ടായ ആളുടെ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അടുത്തുള്ളവരാരും സമ്മതിച്ചില്ല. എന്നിട്ട് പിന്നെ കുറേ ഇങ്ങനെ നടക്കുക, ഈ അമ്മയും കുട്ടിയും കൂടിയിട്ട് ഇങ്ങനെ നടക്കുക, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നേരെ മുമ്പിലൊരു പാടമുണ്ട്, ഈ കുടലൂർ ഞങ്ങളുടെ മനയുടെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ അവിടെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു, അത്രേ, ഈ മനക്കിൽ പോയിട്ട് വലിയ തമ്പുരാനെ കാവുമ്പൂരിപ്പാടിനെ ഒന്ന് കാണൂ, എന്നാൽ ഒരു മാർഗം പറഞ്ഞു തരും എന്ന് പറഞ്ഞു. എന്നിട്ട് അവരിവിടെ വന്ന് പുറത്തിങ്ങനെ നിൽക്കുകയാണ് അത്രേ, ആ പുറത്തെ മുറ്റത്ത്. അപ്പോൾ അച്ഛനങ്ങോട്ട് ഉറക്കെ പറഞ്ഞു എന്നാണ് നങ്ങയ്യ പറയാറുള്ളത്. കാവുമ്പൂരിപ്പാടിൻ്റെ ആ ശബ്ദം അങ്ങോട്ട് കേട്ടു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട്, അടിയാരോട് കുളിപ്പിക്കാൻ പറയൂ, ഇവിടുത്തെ മണ്ണാത്തിയോട് മാറ്റി വയ്ക്കാൻ, കുറേ ഭാരമുണ്ട്, അങ്ങനെയൊക്കെ കുളത്തിൽ കുളിപ്പിക്കാൻ പറയൂ, സംശയമില്ല പറയൂ, ഇങ്ങനെ ഇങ്ങോട്ട് നടക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ ഉറക്കെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്താ പറയുക പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം, സമാധാനം, ഇത് അരുതത്, ഭയം കുളിപ്പിക്കുമോ അവരെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ടാണ് ഇവർ അവിടെ വന്ന് കുളിച്ച് ശുദ്ധമായത്. വല്ലാത്ത ദാരുണമായിട്ടുള്ള അനുഭവങ്ങൾ അവർ കുറേ പറഞ്ഞു എന്നോട്. അങ്ങനെയാണ് പിന്നെ ഈ യജ്ഞം എഴുതിയത്. എഴുത്തിന്റെ ലഹരിയിൽ KB ശ്രീദേവി രാത്രികൾ പകലുകളാക്കി. അഗ്നിഹോത്രം, തിരിയുഴിച്ചിൽ, മൂന്നാം തലമുറ തുടങ്ങി മലയാളിക്ക് മികച്ച വായനാനുഭവങ്ങൾ സമ്മാനിച്ച രചനകൾ പിറന്നു. അത് ഞാൻ കുറച്ച് നല്ലോണം മെനക്കെട്ടിരുന്നിട്ട് എഴുതിയതാണേനും. കുറേ രാത്രികൾ ഇരുന്ന് അതിനായിട്ട് തന്നെ മാറ്റി 4 പ്രാവശ്യമൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ടാവും. അത് അവർ ആ കഥാപാത്രങ്ങളെ കൂടെ ഒന്നിച്ച് കിട്ടാനും അതിനൊരു രൂപം ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അഗ്നിഹോത്രം എഴുതിയിരിക്കുന്നത്. അന്ന് കൃഷ്ണവാരാണ്, NV കൃഷ്ണവാരുണ്ടായിരുന്നു മാതൃഭൂമിയിൽ ഇതിൻ്റെ ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപര്. അയച്ചപ്പോൾ കൃഷ്ണവാരം ഒരു സംശയമില്ലാണ്ട് അടുത്ത ലക്കത്തിൽ, എനിക്ക് അത്ഭുതമായി, വല്ലാണ്ട് സന്തോഷമായി, അടുത്ത ലക്കത്തിൽ തന്നെ ഇത് വരും എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി വന്നു. ആ കത്ത് ഞാൻ കുറേ കാലം സൂക്ഷിച്ച് വെച്ചായിരുന്നു. അങ്ങനെ അത് മാതൃഭൂമി പേപ്പറിൽ 3 ലക്കം വന്നു. 3 ലക്കം വന്നപ്പോൾ DC കിഴക്കേമുറിയുടെ ഒരു കത്ത് വന്നു, ഇങ്ങനെ ഒന്ന് കണ്ടു, ഞങ്ങൾക്ക് ഇത് പ്രസിദ്ധപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. അത്ഭുതമാണ്, DC ഒക്കെ ഇങ്ങോട്ട് വന്ന് ചോദിക്കാന്നാവുമ്പോൾ അതെനിക്ക് വലിയൊരു അത്ഭുതമായി. ചെറുകഥകൾക്കും നോവലുകൾക്കും പുറമെ ഭാഗവത പര്യടനം, പ്രാചീന ഗുരുകുലങ്ങൾ, ബുദ്ധകഥകൾ തുടങ്ങി എഴുത്തിന്റെ വ്യത്യസ്ത മേഖലകൾ കൂടിയെല്ലാം ഈ എഴുത്തുകാരി സഞ്ചരിച്ചു.